ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു LDC മെയിൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഒരു സാരോപദേശം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് LDC മെയിൻസ് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാം എഫക്റ്റീവായിട്ട്. അവിടെ ഞാൻ പറഞ്ഞു ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർക്ക് LGSന് വേണ്ടിയിട്ടും ഇതുപോലൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ ഇത് LGSന് മാത്രമല്ല, LDCക്കും LGSനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതായത് LGSന് പ്രിപ്പയർ ചെയ്യുന്ന കുറേ ആൾക്കാർ LDC മെയിൻസിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. ശ്രദ്ധിച്ച് കേൾക്കുക. LGSന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാരണം, LGS എന്നാൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഡിഗ്രി നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യൻസ് ആവാൻ സാധ്യതയില്ല. പകരം വളരെ ലളിതമായ അടിസ്ഥാനപരമായ ബേസിക് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. പലപ്പോഴും PSCക്ക് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ആൾക്കാരെ ഔട്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൾക്കാരെ പുറത്താക്കാനായിട്ട്. കാരണം പല ആൾക്കാരും ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസിൻ്റെ പുറകെ കൂടെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് പലപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് 90 എബോവ് കട്ട് ഓഫ് എപ്പോഴും ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന് വരാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം സിലബസ് എന്താണെന്ന്. പൊതുവിജ്ഞാനം അഥവാ GKക്ക് മൊത്തം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക്, പിന്നെ സയൻസിന് 10 മാർക്ക്, പൊതുജനാരോഗ്യത്തിന് 10 മാർക്ക്. ഈ പൊതുജനാരോഗ്യവും സയൻസും കൂടെ മൊത്തം 20 മാർക്കിനുണ്ട്. പിന്നെ മാത്സ് 20 മാർക്ക്. മാത്സ് വിശേഷം പറയാനുണ്ട്. മാത്സ് എന്ന് പറയുമ്പോൾ വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് LDC മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ LGS മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, വളരെ സിമ്പിളായിട്ട് ബേസിക് ലെവലിലുള്ള കുറേ ഫാക്റ്റുകൾ വിട്ടുകളയാറുണ്ട്. ഈ ഫാക്റ്റുകളൊന്നും വിട്ടുകളയാൻ പാടില്ല. അത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. ഓക്കെ, LDC മെയിൻസിനും LGS മെയിൻസിനും ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലാണ് ഇത് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ LDC മെയിൻസിന് മാത്രം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ LGS എക്സാമിനെ കുറിച്ചിട്ട് ബോധേഡാവേണ്ട ആവശ്യമില്ല. പക്ഷെ രണ്ടും കാണും. നമ്മൾ മനുഷ്യരല്ലേ. ഒന്നാമത് ജോലിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഷുവർട്ടി ഇല്ല. അതുകൊണ്ട് ഒന്നുകിൽ LGS കിട്ടട്ടെ അല്ലെങ്കിൽ LDC കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാൻഡിഡേറ്റ്സ് എല്ലാം പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് വേണം LGS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഈ ബേസിക് ലെവലിൽ നിന്നും കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് വേണം LDC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഏകദേശം സിലബസ് ഒക്കെ സെയിം ആണ്. പക്ഷേ LDC മെയിൻസിനുള്ള അതേ സിലബസ് അതേ പോർഷൻസ് ഏതിനില്ല, നമ്മുടെ LGSനില്ല. പക്ഷേ എവിടെയൊക്കെ ഉണ്ട്. പ്രിലിംസിന് പഠിച്ച ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും LGS അവർക്ക് ഈസി ആയിരിക്കും. അതായത് പ്രിലിംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നത് LGSന് നന്നായിരിക്കും. ഓക്കെ, പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഒരു പൗരന്റെ അവകാശങ്ങൾ, കടമകൾ, ഇതെല്ലാം ഇത് ഇത്രയും വരുന്നതും 10ാം ക്ലാസ് 9ാം ക്ലാസ് 8ാം ക്ലാസ് ഇതിന്റെ SCRT പുസ്തകം നല്ല രീതിയിൽ വായിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റാങ്ക് ഫയൽ വായിച്ചാൽ മതിയാവും. അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, അടിസ്ഥാന വിവരങ്ങൾ. ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് വേണം ഇതൊക്കെ വായിക്കാനായിട്ട്. പിന്നെ കേരളം എന്ന് പറയുമ്പോൾ കേരളം നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷന്റെ സിലബസ് സെയിം ആണ്. ഭൂമിശാസ്ത്ര, അടിസ്ഥാന വിവരങ്ങൾ, അതെല്ലാം. അപ്പൊ അതിന് മൊത്തം 10 മാർക്കാണുള്ളത്. അപ്പൊ അത് കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. കേരളം എന്ന് പറയുമ്പോൾ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ബേസിക് ഫാക്ട്സ് ആണ്. ഓക്കെ, പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ നവോത്ഥാന നായകന്മാര്. അപ്പൊ നവോത്ഥാനമായി ബന്ധപ്പെട്ടിട്ട് 5 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നവോത്ഥാന നായകന്മാരെ കാര്യമായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇതൊക്കെയായി ബന്ധപ്പെട്ട 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും. ഇതെന്ന് പറയുമ്പോൾ
എന്താണ് നമ്മുടെ കലാ സാംസ്കാരികം സാഹിത്യമൊക്കെ ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഡിഗ്രി മെയിൻസ് എടുത്താലും. അതുപോലെ തന്നെ നമ്മുടെ LDC മെയിൻസ് എക്സാം എടുത്താലും അതിനകത്തൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒരുപാട് ഡെപ്തിൽ പഠിക്കേണ്ടി വരും. ഇത് നമുക്ക് അത്രയും അങ്ങ് ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡെപ്തിൽ ചോദിക്കുന്നെങ്കിൽ തന്നെ ഈ സാഹിത്യ മേഖലയിൽ നിന്നൊക്കെ ആയിരിക്കാം LGS വരാൻ സാധ്യതയുള്ളത്. എങ്കിലും 7ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് വേണം LGS വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. പക്ഷെ ഈ ഒരു കേസ് വരുമ്പോൾ നമ്മുടെ ഭൂമിശാസ്ത്രം അതൊക്കെ വരുന്ന സമയത്ത് 9ഉം 10ഉം 8ഉം ക്ലാസ്സും കൂടി നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ ആനുകാലിക വിഷയങ്ങൾ പറയുവാണെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതായത് അത് മാത്രം പഠിച്ചാൽ മതിയെന്നല്ല, അതും കൂടുതൽ ഒരിക്കലും അതിന്റെ മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. കാരണം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൽ 20 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ LGS 18ലധികം ക്വസ്റ്റ്യൻസും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസിന്റെ ബാക്കിൽ നിന്ന് പോയി നമുക്ക് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപദേശം. മറക്കരുത്, കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യമേ പഠിച്ചു വെക്കുക. അത് ആദ്യമേ PSC ബുള്ളറ്റിൻ ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. അതിനുശേഷം നമ്മൾ മറ്റുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിച്ചാൽ മതിയാകും. ഓക്കെ, നെക്സ്റ്റ് സയൻസിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രിലിംസിനുള്ള സിലബസ് തന്നെ അതുപോലെ കട്ടാൻ പേസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ജീവശാസ്ത്രം 5 മാർക്കിന്, അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രവും അതേ സിലബസ് ആണ്. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വീണ്ടും പറയുകയാണ്, ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് വേണം LGS എക്സാമിനെ നോക്കിക്കാണാനുള്ളത്. ഇതാണ് അടിപൊളി ഒരു 10 മാർക്കിനാണ് ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഇപ്പോൾ കോവിഡ് അതുപോലെ നിപ്പ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അത് LDCക്കായാലും LGSനായാലും അത്യാവശ്യമായിട്ടുള്ള കാരണമാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. പിന്നെ ഉള്ളത് മാത്സ് കാണുവാണെങ്കിൽ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആണ്. അതായത് ഇവിടെ പലിശയും കൂട്ടുപലിശയും അതുപോലെ തന്നെ വർക്ക് ആൻഡ് ടൈം അതൊന്നുമില്ല. ജസ്റ്റ് ഇത്ര പോർഷൻസ്, ഒരു 8 പോർഷൻസ് മാത്രം നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മതിയാവും. അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ ടിക്കിട്ട് നോക്കിയിട്ട് ഇത്രയും പാർട്ട് മാത്രം പഠിച്ചാൽ മതിയാവും. മാത്സ് 10 മാർക്ക് ഷുവർ ആയിട്ടും കിട്ടും. പിന്നീടുള്ളത് നമ്മുടെ മെന്റൽ എബിലിറ്റി ആണ്. അതിനും 10 മാർക്കാണ്. അതും സിമ്പിളാണ്. വയസ്സുമായിട്ട് ബന്ധപ്പെട്ടത്, സ്ഥാനനിർണയം, ഒറ്റയാനെ കണ്ടെത്താൻ, പദങ്ങളുടെ ക്രമീകരണം, തരംതിരിക്കൽ, ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ളത് മാത്രമേ ഇതിനകത്തും ഉള്ളൂ. അപ്പോൾ ഈ സംഗതിയും സിമ്പിളാണ്. ഇനിയും പഠിക്കാൻ ഒത്തിരി സമയമുണ്ട്. നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് കഴിയും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളായിരിക്കും ഒരു പക്ഷേ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് വെക്കുകയാണെങ്കിൽ അത് ഇനി വരുന്ന കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ LDC LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്കാണ് വേണ്ടതെന്ന് ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.